വരൂ ഉണ്ണി. എനിക്ക് കാല് വേദനിക്കുന്നു മുത്തശ്ശി. ദുബായിൽ ഞങ്ങൾ എവിടെ പോയാലും കാറിലാ പോവാറ്. അതവിടെയല്ലേ ഉണ്ണി, നമുക്കിവിടെ കാറൊന്നുമില്ല. എല്ലാരും നടന്നാ പോണത്. നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടിയെ. മുത്തശ്ശി എന്തിനാ ഈ ഇലകളൊക്കെ പറിക്കുന്നേ? ഇത് തുമ്പച്ചെടിയാണ് കുട്ടിയെ. നാളെ അത്താണ്. നമുക്ക് മുറ്റത്ത് പൂക്കളിടണ്ടേ? നാളെ കഴിഞ്ഞാൽ പിന്നെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. പൂക്കളിടും. പിന്നെ ഓണായില്ലേ? എന്താ മുത്തശ്ശി ഓണം? അതൊരു കഥയാണ് കുട്ടിയെ. വീട്ടിൽ പോയി സന്ധ്യാദീപം തെളിയിച്ച് നാമം ചൊല്ലിയ ശേഷം മുത്തശ്ശി കഥ പറഞ്ഞു തരാട്ടോ. അമ്മേ, വേഗം വരൂ, മുത്തശ്ശി കഥ പറയാൻ പോവാ. നീ കേട്ടോളൂ ഉണ്ണി, എനിക്ക് പണിയുണ്ടകത്ത്. ദീപം 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 രാമ 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 രാമ. മുത്തശ്ശി, ഇനി കഥ പറയാമോ? പറയാലോ. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുരവംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയോ? അതെന്തു പേരാണ്? മഹാബലി എന്ന് വെച്ചാ മഹാത്യാഗം ചെയ്യുന്നവൻ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. മഹാബലിയെ പിന്നീട് ആളുകള് മാവേലി എന്നും വിളിച്ചിരുന്നു. രാമു ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഇത്തവണയും എന്റെ വയലിൽ 100 മേനി വിളവാണ്. 2 ചാക്ക് നെല്ല് കൊട്ടാരത്തിൽ